ഈ വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ, എക്കാലം ഉണ്ട്. ഈ വിമർശനങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാരുടെ വിമർശനങ്ങൾ കൊണ്ടാണ് ഈ ഹോമിയോപ്പതിയെ ഒരു നെഗറ്റീവ് സാധനമാക്കുന്നത്, അതോ ഈ അമിതമായി നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഹോമിയോയിൽ വന്നു കഴിഞ്ഞാൽ ഈ രോഗം പൂർണ്ണമായും ചികിത്സ പൂർണ്ണമായും ഭേദമാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാഗ്ദാനങ്ങൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഹോമിയോയിൽ ഈ ഒരു പർട്ടിക്കുലർ ഡിസീസുമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ രോഗം പൂർണ്ണമായും ഹോമിയോയിൽ നിന്നും നിങ്ങൾക്ക് മാറിക്കിട്ടും. അതേസമയം നിങ്ങൾ അലോപ്പതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുള്ള അമിതമായ കുറേ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണോ ഇത്രയും വിമർശനങ്ങൾ ഹോമിയോപ്പതിയിൽ ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഉം. തീർച്ചയായിട്ടും ഈ അമിതമായിട്ടുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണ് ഉം. ഈ ഹോമിയോപ്പതി സിസ്റ്റത്തിൻ്റെ ഒരു ശത്രുവായിട്ട് നിലനിൽക്കുന്നത്. കാര്യം നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്, അതുപോലെ അതിൻ്റെ പരിമിതികളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്കോപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഹോമിയോ ഡോക്ടർമാരും ചികിത്സിച്ചാൽ, അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓരോ കേസ് വരുമ്പോൾ നമ്മുടെ പരിമിതിക്ക് ഉള്ളിൽ നിൽക്കുന്ന കേസുകളെ കൃത്യമായിട്ട് റെഫർ ചെയ്യാനും, അല്ലെങ്കിൽ എങ്ങോട്ട് അത് കൃത്യമായിട്ട് റെഫർ ചെയ്യണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ആ ഒരു രോഗിയെ റെഫർ ചെയ്യുന്നതും അതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അല്ലാതെ നമ്മുടെ സിസ്റ്റമാണ് ഇതിൽ വലുത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊരു വലിയ സംഭവമാണെന്ന് പ്രതിഷ്ഠിക്കുന്നതിന് പകരം നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു കേസിന് നമ്മൾ ഈ ഒരു ഡോക്ടറെ പോയി കാണുക എന്ന് റെഫർ ചെയ്യാനുള്ള ധൈര്യം അത് എല്ലാ ഡോക്ടർമാർക്കും വേണം. അത് അന്തസ്സോടെ റെഫർ ചെയ്യാൻ കഴിയണം. അപ്പോഴത്തേക്ക് സിസ്റ്റത്തിന് ഒരു വളർച്ച അതാണ്